കോഴിക്കോട് നഗരത്തിൽ വൻ തീപിടുത്തം. ജയലക്ഷ്മി വസ്ത്രശാലയിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരുമായി രമ്യാദാസ് ചേരുകയാണ്. രമ്യ, നഗരമധ്യത്തിൽ തന്നെയാണ് ഈ വസ്ത്രാലയം. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഊർജിതമാണ്? ജയലക്ഷ്മി വസ്ത്രശാലയിലാണ് ഇത്തരത്തിൽ ഒരു അരമണിക്കൂറിന് മുന്നേ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. 3 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ 2 നിലകളിലാണ് ഇപ്പോൾ തീ പിടിച്ചിട്ടുള്ളത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകളാണ് സ്ഥലത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വ്യാപാരശാലയുടെ 2 നിലകളിൽ ഈ ഉള്ളിലേക്ക് പടർന്നു കത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരത്തിലൊരു തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല ഇതുവരെ ആയിട്ടും. കാരണം നമ്മൾ ഇവിടെ ജോലിക്കാരുൾപ്പെടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പെട്ടെന്ന് പുക ഉയർന്നപ്പോൾ ജോലിക്കാരെ പൂർണ്ണമായും പുറത്തേക്ക് ഇറങ്ങാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വൻ തോതിൽ തീ പിടിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായത്. 3 നിലകളിലായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റൈൽസ് പ്രവർത്തിക്കുന്നത്. 2 നിലകളിലാണ് ഇപ്പോൾ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, ഉള്ളിലാണ് തീ പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുന്നത് കാഴ്ച തന്നെയാണ് കാണുന്നത്. വലിയ തോതിലാണ് തീ ഉള്ളിൽ ആളിപ്പടരുന്ന ഒരു കാഴ്ചയുണ്ട്. രമ്യ, അത് മാത്രമല്ല ആളുകളെ പൂർണ്ണമായും പുറത്തെത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഇപ്പോൾ ഈ 3 നിലകളിലേക്കും തീ പടർന്നു കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത്. വസ്ത്രശാലയാണ്, ധാരാളം ജീവനക്കാരും ആൾക്കാരുമെല്ലാം എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവരെല്ലാം പൂർണ്ണമായും ഒഴിപ്പിച്ചു എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അത്തരത്തിലൊരു നിഗമനം തന്നെയാണ് ഇപ്പോൾ നമുക്കുള്ളത്. കാരണം നമുക്ക് ഇവിടെ ടെക്സ്റ്റൈൽ ജീവനക്കാരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ പുകയുയർന്നപ്പോൾ പുറത്തേക്ക് കടക്കാൻ ഇവർക്ക് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഇവർ നമ്മളോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ എല്ലാ ജീവനക്കാരും പുറത്തെത്തി എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 2ാം നിലയിലും 3ാം നിലയിലുമാണ് കടുത്ത തോതിൽ തന്നെ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. കാരണം വസ്ത്രശാലയാണ്, അതിനാൽ തന്നെ നിറയെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. വലിയ തോതിലാണ് 2 നിലകളിൽ ഇപ്പോൾ തീ വലിയ തോതിൽ ആളിപ്പടരുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അതായത് 2 ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ ഇനിയും ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ഉള്ളിലാണ് ഇപ്പോൾ തീ ഉള്ളത്. കാരണം വലിയ തോതിൽ തന്നെ ഉള്ളിലേക്ക് പടർന്ന് കത്തുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം മാത്രമാണ് അവിടെ എത്തിയത്. മറ്റ് സമീപ ജില്ലകളിലടക്കം കൂടുതൽ ഫയർഫോഴ്സ് സംഘം അവിടത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ വലിയൊരു പരാതി തന്നെയാണ് ഈ മീൻചന്തയിലെ അതുപോലെ തന്നെ വെള്ളയിലെയും ഫയർ സ്റ്റേഷനുകൾ. കാരണം നമ്മൾ പലതവണ വാർത്ത നൽകിയിട്ടുള്ളതാണ് ഈ ഒരു അവസരത്തിൽ. കാരണം പല തവണയായി ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ വലിയൊരു വിഷയം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാവുന്നത് ഇവിടുത്തെ ഫയർ എഞ്ചിനുകൾ തന്നെയാണ്. കാരണം മതിയായ ഫയർ എഞ്ചിനുകൾ ഇല്ല എന്നുള്ളത് പലതവണയായി നമ്മൾ ഉൾപ്പെടെ നിരവധി തവണ വാർത്ത നൽകിയിട്ടുള്ളതാണ്. ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം, കാരണം നമുക്കറിയാം മിഠായിത്തെരുവിലൊക്കെ ഒരു തീപിടുത്തം നമുക്ക് അതൊരു ഉദാഹരണം തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വലിയ തോതിലുള്ള. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വസ്ത്രശാലയാണ്, അതിൽ തന്നെ തുണികൾക്കൊടുക്കളെ തീ പിടിക്കുന്ന ഒരവസ്ഥ. വലിയ തോതിലാണ് ഉള്ളിലേക്ക് തീ പടർന്നു കത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴത്തെ നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉള്ളിലേക്ക് വലിയ തോതിൽ തന്നെ തീ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതെ രമ്യ, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എന്ന് പറയുന്നത് ഒട്ടും പര്യാപ്തമായ അളവല്ല എന്നുള്ളത് നമുക്ക് കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം അത്ര വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ 3 നിലകളിലായി ആളിപ്പടർന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, എളുപ്പം കത്തിപ്പടരാവുന്ന തുണിത്തരങ്ങളാണ് വസ്ത്രശാലയ്ക്കുള്ളിലുള്ളത് എന്നുള്ളതും ഇതിന്റെ വ്യാപ്തി കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്രയും പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് തന്നെയാണ്. സമീപത്തൊക്കെയുള്ള കടകളിൽ നിന്ന് ഉൾപ്പെടെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടോ? ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇവർ ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത്, നേതൃത്വം നൽകുന്നത്? രോഹിണി, ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും വൻ സംഘം തന്നെ നിലവിൽ സ്ഥലത്തുണ്ട്. കാരണം ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏകദേശം ഒരു അരമണിക്കൂറിന് മുന്നാണ് വലിയ തോതിൽ ഒരു പുക കണ്ടു തുടങ്ങി ജീവനക്കാർ ഉൾപ്പെടെ പുറത്തേക്ക് ഇറക്കിയത്. ഇപ്പോൾ നമുക്ക് ഇത് പാളയം മാർക്കറ്റിനോട് സമീപമാണ് ഇത്തരത്തിലൊരു വസ്ത്രശാല നിലനിൽക്കുന്നത്. അതായത് 3 നിലയായി വലിയൊരു കെട്ടിടം തന്നെയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു പ്രധാനമായ ഒരു വിഷയം തന്നെ ഉള്ളിലേക്ക് കടന്നിട്ട് വെള്ളം പമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ തീ അണയ്ക്കാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അത് പര്യാപ്തമായ ഒരു കെട്ടിടമല്ല. കാരണം കെട്ടിടത്തിന്റെ
ഒരു സൈഡ് ഒരു അരികെ ചേർന്നിട്ടാണ് ഇതിലൊരു തീപിടുത്തം ആദ്യഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ഇവിടെ നിന്നും ഈ തീപിടുത്തം കണ്ട ഭാഗത്ത് നിന്നും വെള്ളം സ്പ്രേ ചെയ്ത് തീ അണയ്ക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. അതാണ് എത്രമാത്രം പര്യാപ്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്തത്. കാരണം വലിയ തോതിൽ തന്നെയാണ് തീ ഉള്ളിൽ ആളി കത്തുന്നത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് വലിയ തോതിൽ ഉള്ളിലേക്ക് തീ ആളി കത്തുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെയാണ് ഈ ഒരു പോലീസ് ആളുകളെയൊക്കെ അവിടെ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട്. കാരണം വലിയ തോതിൽ തന്നെ ഈ സ്ഥലത്ത് വലിയൊരു ജനക്കൂട്ടം കമ്പടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ഒരു സമയത്ത്. അതിനാൽ തന്നെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും വളരെ കൃത്യമായി തന്നെ ആളുകളെ നിയന്ത്രിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രമ്യ, അതോടൊപ്പം നമുക്ക് കാണാം ഉദ്യോഗസ്ഥരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല. രമ്യ പറഞ്ഞതുപോലെ ഇത് വസ്ത്രശാലയുടെ ഒരു ഭാഗത്തു നിന്ന് മാത്രമായി വെള്ളം പമ്പ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പൂർണ്ണമായും 4 വശത്തുകൂടിയും അതുമാത്രമല്ല കൂടുതൽ യൂണിറ്റുകൾ കൂടി എത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാനാകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏകോപനങ്ങൾ തന്നെയാണോ അവിടെ നടക്കുന്നത്? മറ്റ് യൂണിറ്റുകൾ എപ്പോഴത്തേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത. കാരണം ഇത്തരം തീപിടുത്തങ്ങൾ കോഴിക്കോടിനെ സംബന്ധിച്ച് പുതിയൊരു സംഭവമല്ല. പലതവണയായി മിഠായി തെരുവ്, അതുപോലെ തന്നെ അടുത്തിടെ ഉണ്ടായ പുതിയ സ്റ്റാൻഡിലെ മോട്ടീസ് ബസ് സ്റ്റാൻഡിലെ തീപിടുത്തം, ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം തീപിടുത്തങ്ങൾ മുൻപും പലതവണയായി കോഴിക്കോട് നഗരത്തിലുണ്ടായിട്ടുണ്ട്. ഈ നഗരത്തെ സംബന്ധിച്ച് പലപ്പോഴും ബീച്ച് ഫയർ സ്റ്റേഷനിലാണ് ഏറ്റവും പെട്ടെന്ന് എത്താവുന്ന ഒരു സംവിധാനം ഇവിടെ ഉള്ളത്. പക്ഷെ അവിടുത്തെ യൂണിറ്റുകൾ അപര്യാപ്തമാണ്, അല്ലെങ്കിൽ കാര്യക്ഷമമല്ലാതെ ലാസ്റ്റിലും വലിയ തോതിൽ തന്നെ പലതവണയായി. രമ്യ, അത് തന്നെയാണ് കഴിഞ്ഞ കുറേ പ്രാവശ്യം ജനം ടി വി തന്നെ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. പര്യാപ്തമല്ല അവിടുത്തെ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത, കെട്ടിട സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയൊക്കെ നമ്മൾ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ മിഠായി തെരുവിലായി കഴിഞ്ഞാലും പുതിയ സ്റ്റാൻഡിലായി കഴിഞ്ഞാലും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. പിന്നീട് കാര്യങ്ങൾ പഴയപടിയാവുന്ന ഒരു സാഹചര്യം. ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരം വലിയ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുക. വലിയ വലിയ അപകടങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോവുക. പ്രത്യേകിച്ച് ഈ എയർപോർട്ടിനടക്കം ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്തേണ്ട, അല്ലെങ്കിൽ അങ്ങനെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളതല്ലേ? തീർച്ചയായും JP, അത് തന്നെയാണ്. കാരണം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. കാരണം തീ ഉള്ളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പടർന്നു പിടിക്കുന്ന, അല്ലെങ്കിൽ വളരെ ആളിക്കത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. കാരണം ഉള്ളിലേക്ക് പൂർണ്ണമായും തീ നല്ല രീതിയിൽ തന്നെ വലിയ തോതിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. തീ നല്ല രീതിയിൽ തന്നെ ആളിക്കത്തുന്നുണ്ട് ഉള്ളിലേക്ക്. ഇത് തീ അണയ്ക്കാൻ ഇപ്പോൾ നിലവിൽ എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അപര്യാപ്തമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് തീ അണയ്ക്കാൻ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അനിവാര്യം തന്നെയാണ്. നിലവിൽ എത്രയും പെട്ടെന്ന് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിക്കുമെന്ന് തന്നെയാണ്. രമ്യ, നമുക്കറിയാം ഈ നഗരമധ്യത്തിൽ തന്നെയാണ് ഈ സ്ഥാപനമുള്ളത്. തൊട്ടടുത്ത് പല കെട്ടിടങ്ങളുമുണ്ട്, സ്ഥാപനങ്ങളുമുണ്ട്, പെട്രോൾ പമ്പ് അടക്കമുണ്ട്. അവിടെയൊക്കെയും സുരക്ഷിതമായി അവരെയൊക്കെയും മാറ്റിപ്പാർപ്പിക്കാനും, അല്ലെങ്കിൽ ഈ പെട്രോൾ പമ്പ് അടക്കമുള്ള സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു മുൻകരുതൽ നടപടികളടക്കം അധികൃതർ സ്വീകരിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും JP, അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളെല്ലാം അധികം സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ റോഡിന് അരികുവശം ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ തീ പടർന്നു പിടിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിച്ച് വെള്ളം സ്പ്രേ ചെയ്ത് ഉള്ളിലേക്ക് എത്തിച്ച് തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിനടുത്തായിട്ട് നിലവിൽ ഇപ്പോൾ പെട്രോൾ പമ്പുകളോ മറ്റുള്ള അനുബന്ധ സ്ഥാപനങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. എങ്കിൽ കൂടി ഇത് പാളയം മാർക്കറ്റിനോട് ചേർന്ന്, അതായത് ചാലപ്പുറം മേഖലയിലാണ് ഈ